ഗവിയിലേക്കുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ ബസ്സിൽ ഇതേപോലെ തന്നെയാണ്. യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. 2 ഓർഡിനറി ബസ്സുകളാണ് ഗവിയിലേക്ക് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തുന്നത്. ബസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും 3 മടങ്ങ് യാത്രികരെയും കൊണ്ടാണ് വനമേഖലയിലൂടെയുള്ള ബസ്സിന്റെ അപകടയാത്ര. സംസ്ഥാന സർക്കാർ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ ആരംഭിച്ചപ്പോൾ ഇത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ, വിനോദയാത്ര ആഗ്രഹിക്കുന്ന സ്ത്രീകളെ വഞ്ചിച്ചു എന്നൊക്കെ പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ പത്തനംതിട്ടയിലെ സ്ഥിതി മറ്റൊന്നാണ്. പത്തനംതിട്ടയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിലേക്ക് 2 ഓർഡിനറി ബസ്സുകളുണ്ട്. ആ 2 ഓർഡിനറി ബസ്സുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് സ്ത്രീജനങ്ങൾ ഗവിയിലേക്ക് പോകാൻ പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. ഗവി ബസ്സിൽ ഇപ്പോൾ വന്നിറങ്ങിയപ്പോഴേ നല്ല തിരക്കല്ലായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തിരക്കായിരുന്നു. എന്താ തൊള്ളാന്നറിയാവോ? ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നു? എത്ര നാളായിട്ട് ഇത്രയും തിരക്ക് വന്ന ഈ ബസ്സിനകത്ത്? അതിപ്പോഴീ വർഷം മുതൽ. ഇപ്പം എങ്ങനെയുണ്ട് വരുമ്പോൾ? വരുമ്പോഴെന്തോ അതുള്ളു കൊള്ളാവുന്നേ ഉള്ളൂ. അതിരാവിലെ ജോലിക്കായി പോകുന്നവർക്കും ഗവി നിവാസികൾക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് പ്രധാനമായും ബഡ്ജറ്റ് ടൂറിസം ബസ്സുകളെ കൂടാതെ 2 ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. പുലർച്ചെ 5:30-നും 6:20-നും പുറപ്പെടുന്ന ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പ്രഖ്യാപനത്തിന് ശേഷമാണ് യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചത്. പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ബസ്സുകൾക്ക്. 28 സീറ്റ് മാത്രമുള്ള ചെറിയ ബസ്സുകൾ. 120 യാത്രക്കാർ വരെയാണ് ഓരോ ബസ്സിലും ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വനമേഖലയിലൂടെ ഇടുങ്ങിയ പാതയിലാണ് യാത്ര. കണ്ടക്ടറും ഡ്രൈവറും നിസ്സഹായർ. സീറ്റ് കപ്പാസിറ്റി കഴിഞ്ഞാൽ വണ്ടിയിൽ 10, 75, 80, 90 വരെ വെച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവറോട് സംസാരിച്ച് നോക്കുമ്പോൾ ഡ്രൈവർ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ആ വഴി മൊത്തം പോയി കിടക്കുകയാണ്. ആ സ്ഥലത്തുകൂടി വണ്ടി പോകുന്നതുകൊണ്ട് നമുക്കൂടെ വിഷമം തോന്നുന്നു. അപ്പോൾ നമ്മൾ പറയാല്ലേ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇതിന് തീർത്തും ഒരു തീരുമാനം ഉണ്ടാക്കണം. യാത്രക്കാരുടെ എണ്ണം നിയന്ത്രിക്കണമെന്ന് വനം വകുപ്പ് KSRTCക്ക് നിർദ്ദേശം നൽകി. അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാണ് ഗവിക്കുള്ളിൽ. വനമേഖലയിലൂടെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് നിലവിലെ ബസ്സിൻ്റെ യാത്ര. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പദ്ധതിയോട് എതിർപ്പില്ല, നമുക്കൊരു കാരണവശാലും എതിർപ്പില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപകടമായ റൂട്ടുകൾ, ഗവി പോലെയുള്ള അപകടകരമായ റൂട്ടുകളിൽ തീർത്തും ഒരു കർശന നിർദ്ദേശം, നിയന്ത്രണവും അനിവാര്യമാണ്. ഗവിയിൽ നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.